സർ, ഒപ്പിട്ട കരാറുകളെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ടിതാ അമേരിക്കയും ഇറാനും തമ്മിൽ വീണ്ടും യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് സംഘർഷഭരിതം എന്ന് തന്നെ നമുക്ക് പറയാം. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇറാൻ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ട്രംപിന് നേരെയുള്ള വധഭീഷണി നമുക്കറിയാം. ഗമനയുടെ സംസ്കാര ചടങ്ങിലുടനീളം നമ്മൾ അത്തരം പ്ലക്കാർഡുകളാണ് കൂടുതലായും കണ്ടത്. ട്രംപിനെ ഏത് നിമിഷവും വധിക്കും, അല്ലെങ്കിൽ ട്രംപ് ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാം എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പോലും പുറത്തു വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ ഒരു സൂചനയാണോ, അതോ യുദ്ധം കൂടുതൽ ശക്തമാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ട്രംപിന് നേരെയുള്ള വധഭീഷണി, മിഡിൽ ഈസ്റ്റ് വീണ്ടും സംഘർഷഭരിതമാകുന്നു, എങ്ങനെ വിലയിരുത്താം? ലോകം ഒരു വലിയ ആഗോള മാന്ദ്യത്തിലേക്ക് പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് ശേഷമുള്ള അമേരിക്കയുടെ അവസ്ഥ, ലോകത്തിന്റെ പിന്തുണ കൂടുതൽ കിട്ടാനാണ് സാധ്യത. കാരണമുണ്ട്, 20% എണ്ണയും, അതായത് ക്രൂഡ് ഓയിലും ഗ്യാസും കടന്നു പോകുന്ന ഹോർമോസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കപ്പെട്ടാൽ ആഗോളതലത്തിൽ അത് അതീവ ഗുരുതരമായി ബാധിക്കുന്നത് ചൈന, ഇന്ത്യ, ജപ്പാൻ മുതലായിട്ടുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളെ ആയിരിക്കും. എന്നാൽ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. ഏതൊരു പ്രതിസന്ധി വന്നാലും അതിനെ അതിജീവിക്കാനുള്ള ബദൽ മാർഗങ്ങൾ ഇപ്പോൾ ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രതിസന്ധിക്കിടയിലും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 6.32 എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന ആഗോള നിലവാരത്തിലാണ് നിൽക്കുന്നത്. ഇത്രയും വേഗത്തിൽ ഈ തകർച്ചയുടെ നടുവിൽ നിന്നും ഇന്ത്യക്ക് കുതിച്ചു മുന്നേറാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ 147 കോടി ജനതയുടെ, അതായത് ലോകത്തെ ഏറ്റവും വലിയ ജനതയുടെ ഊർജ ഉപയോഗത്തിന് ആവശ്യമായിട്ടുള്ള ബദൽ മാർഗങ്ങൾ ഇന്ത്യ നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. മാത്രമല്ല, ഗൾഫ് മേഖലയെ പാടെ അവഗണിച്ചുകൊണ്ട് മറ്റു മേഖലകളിൽ നിന്ന് ഇന്ത്യൻ രൂപയ്ക്ക് ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനും ഗ്യാസ് കൊണ്ടുവരാനും ഇന്ത്യ ബദൽ മാർഗങ്ങൾ തേടിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്കൻ ഡോളർ ദുർബലമാവുകയും ഇന്ത്യൻ രൂപ കരുത്താർജിക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഓർക്കുക, ഇത് അമേരിക്കൻ ഡോളറിനെതിരെയുള്ള ഇന്ത്യൻ രൂപയുടെ കരുത്താർജിക്കലല്ല. അമേരിക്കൻ ഡോളറിനെ, അതായത് പെട്രോ ഡോളറിനെ മാറ്റി നിർത്തിക്കൊണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും ഇന്ത്യ നേരിട്ട് ഇന്ത്യൻ രൂപ ഉപയോഗിക്കുന്ന ഒരു ആഗോള സാമ്പത്തിക ക്രമം വരികയാണ്. ഇവിടെ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇറാനെ നേരിട്ടേ പറ്റൂ. അവിടെ ഇസ്രയേലിന്റെ താല്പര്യങ്ങളെ സംരക്ഷിച്ചേ പറ്റൂ. അങ്ങനെ ഇസ്രയേലും അമേരിക്കയും ഒന്നിച്ചിരുന്ന് ഗൾഫ് സമാധാനം പുനഃസ്ഥാപിക്കാനും ഹോർമൂസ് കടലിടുക്ക് തുറക്കാനും വേണ്ടി പ്രയത്നിക്കുന്ന സമയത്ത് മറുവശത്ത് ഇന്ത്യ സ്വന്തം സമ്പദ് വ്യവസ്ഥയെ സുഭദ്രമായി കെട്ടിപ്പടുക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ സാമ്പത്തിക മാന്ദ്യം ലോകമെമ്പാട് പിടിമുറുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഒരു തവണ ഉണ്ടായ വിലക്കയറ്റം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. 14% മുതൽ 40% വരെ അമേരിക്ക മുതൽ ഗൾഫ് രാജ്യങ്ങൾ വരെയുള്ള പ്രദേശങ്ങളിൽ ഇന്ധന വില വർദ്ധിപ്പിക്കുകയുണ്ടായി. 14% മുതൽ 40% വരെ എന്ന് പറയുമ്പോൾ അത് ദുസ്സഹമായിട്ടുള്ള വില വർധനവ് തന്നെയാണ്. പക്ഷെ അതേസമയം ഇന്ത്യയിൽ 3 മുതൽ 4% വരെ മാത്രമാണ് വില വർധനവ് ഉണ്ടായത്. അതിന്റെ കാരണം ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക അടിത്തറയും അതുപോലെ തന്നെ നമ്മുടെ ഓയിൽ റിസർവുമാണ്. അതിനേക്കാൾ ഉപരി റഷ്യ അടക്കമുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന്, അമേരിക്കയുടെ മറുവശത്ത് നിൽക്കുന്ന എണ്ണ ഉൽപാദക രാജ്യത്ത് നിന്ന് നേരിട്ട് ഈ പറയുന്ന ഹോർമോസ് കടലിടുക്കിനെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ക്രൂഡ് ഓയിലും ഗ്യാസും ഇറക്കുമതി ചെയ്യാൻ ഉള്ള ബന്ധങ്ങളും കരാറുകളും ഇന്ത്യ ഒപ്പിട്ട് കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ, ഗൾഫ് യുദ്ധം എത്ര നാൾ നീണ്ടാലും ഇന്ത്യയെ അത് ബാധിക്കില്ല എന്നൊരവസ്ഥയിലേക്കുള്ള ബദൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ ഇന്ത്യ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് തെളിവാണ് ഇന്ത്യയുടെ 6.32 സാമ്പത്തിക വളർച്ച. ചുരുക്കി പറഞ്ഞാൽ, ഈ യുദ്ധത്തിന് ശേഷം ലോകം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പതിക്കുമ്പോൾ ഇന്ത്യ സാമ്പത്തികമായി കുതിക്കും എന്നുള്ളതാണ് ഇപ്പോഴുള്ള അവസ്ഥ. മറ്റൊന്ന്, ലോകരാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇറാന്റെ ഒരു ത്രെട്ടനിങ് ആണ്. ട്രംപും അല്ലെങ്കിൽ നെതന്യാഹുവും വധിക്കപ്പെടും എന്നുള്ള തരത്തിലുള്ള ത്രെട്ടനിങ്. നമുക്കറിയാം, മൊസാദ് ഉൾപ്പെടെ ഈ രീതിയിലുള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടാണ് പുറത്തുവിടുന്നത്. ഈ രീതിയിൽ ട്രംപിന് നേരെ വധഭീഷണിയുണ്ട് എന്നുള്ള കാര്യം അവരൊക്കെ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്ന കാര്യം കൂടിയാണ്. ഇത്തരത്തിൽ ലോക നേതാക്കളെ വധിക്കാൻ പോലും തയ്യാറെടുക്കുന്ന ഇറാൻ എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിനെ എങ്ങനെ നോക്കിക്കാണാൻ സാധിക്കും? അതീവ ഗൗരവത്തോടു കൂടി തന്നെ വേണം നമ്മൾ അതിനെ നോക്കിക്കാണാൻ. ഇറാനും ഇറാനെ പിന്തുണയ്ക്കുന്ന തീവ്രവാദി സംഘടനകളും അതുപോലെയുള്ള രാജ്യങ്ങളും ഇത്തരമൊരു നീക്കത്തിന് മുതിരാതിരിക്കില്ല. തീർച്ചയായിട്ടും ട്രംപിന് വധഭീഷണി ഉണ്ടായാൽ അത് ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കണക്കിലെടുക്കേണ്ടി വരും. മാത്രമല്ല,
അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെ കടന്നാക്രമിക്കുക എന്നുള്ളൊരു നയം ഇറാനും ഇറാന്റെ കൂടെ നിൽക്കുന്നവരും സ്വീകരിച്ചാൽ ഗൾഫ് മേഖലയെ എമ്പാടും അത് ഗുരുതരമായി ബാധിക്കും. ഇതിനേക്കാളൊക്കെ ഉപരി അമേരിക്കയുടെ ശക്തികൾ ഇത്തവണ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയാണ് എന്നിരിക്കട്ടെ. ഇറാനിന്റെ മുഴുവൻ വ്യോമത്താവളങ്ങളും തുറമുഖങ്ങളും ആയുധ സംഭരണശാലകളും ലക്ഷ്യമിട്ടുകൊണ്ട് അതിഭീകരമായിട്ടുള്ള ഒരു യുദ്ധം നമുക്ക് പ്രതീക്ഷിക്കാം. അന്താരാഷ്ട്ര യുദ്ധമര്യാദകളെ മുഴുവൻ കടത്തിവെട്ടുന്ന തരത്തിലുള്ള ഒരു നീക്കമായിരിക്കും അത്. കാരണം ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമൈനിയുടെ കബറടക്കം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒന്നും നോക്കാനില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് അമേരിക്ക മാറാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ ഇറാനെ മുച്ചൂട് നശിപ്പിക്കുക എന്നുള്ള നിലപാട് അമേരിക്ക സ്വീകരിക്കുമ്പോൾ അമേരിക്കയിൽ ചെന്ന് യുദ്ധം ചെയ്യാനുള്ള കഴിവൊന്നും ഇറാൻ ഇല്ലാത്തത് കൊണ്ട് അമേരിക്കൻ ബേസുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഇറാന്റെ അയൽ രാജ്യങ്ങളായ മുസ്ലിം രാജ്യങ്ങളെ തകർക്കാൻ ഇറാൻ ഒരുങ്ങും എന്ന് തന്നെ വേണം കരുതാൻ. ചുരുക്കി പറഞ്ഞാൽ ഗൾഫിലെ ഇസ്ലാമിക രാജ്യങ്ങൾ പരസ്പരം തമ്മിൽ തല്ലി തലകീറി നശിച്ചു വീഴുന്ന ഒരു അവസ്ഥയായിരിക്കും വരാൻ പോകുന്നത്. പക്ഷെ ഇത് ആഗോളതലത്തിൽ ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇന്നത്തെ മാറിയ ലോകക്രമത്തിൽ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നടക്കുന്ന ഏതൊരു യുദ്ധവും ലോകത്തിന്റെ വിദൂര കോണുകളിലുള്ള മറ്റു രാജ്യങ്ങളെയും ബാധിക്കുക തന്നെ ചെയ്യും. ആ അർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ അത് ഇന്ത്യയെ ഗുരുതരമായി ബാധിക്കും. കാരണം ഇന്ത്യയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ പ്രദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ വരുമാനത്തെ ബാധിക്കും. അവരവിടുന്ന് ചിലപ്പോൾ സ്വന്തം രാജ്യത്തേക്ക് മാറേണ്ടി വരും. അവരുടെ ജോലി നഷ്ടപ്പെടാം. ഇങ്ങനെയൊക്കെയുള്ള ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങൾ ഭാരതത്തെയും തുറച്ചു നോക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന അന്താരാഷ്ട്ര ബന്ധങ്ങൾ രൂപീകരിച്ചെടുക്കുന്നതിൽ ഭാരതം വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യുദ്ധത്തിന് ശേഷം അതിജീവിക്കുന്ന സാമ്പത്തിക ക്രമങ്ങൾ വെച്ച് നോക്കിയാൽ ഏറ്റവും കരുത്താർജിക്കുന്ന സാമ്പത്തിക ശക്തി ഭാരതമായിരിക്കും. പക്ഷെ ഭാരതത്തിനും വളരെയേറെ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. 10,000-കണക്കിന് പ്രവാസികളായിട്ടുള്ള ആൾക്കാരുടെ തൊഴിൽ, വരുമാനം എന്നിവയെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന മാതൃരാജ്യത്തിന് അവരെയൊക്കെ തന്നെ പിന്തുണയ്ക്കേണ്ടി വരും, സംരക്ഷിക്കേണ്ടി വരും. എന്നാൽ മറുവശത്ത് അമേരിക്കയ്ക്കുണ്ടാകാൻ പോകുന്ന നാശനഷ്ടവും അതിഭീകരം തന്നെയാണ്. ഇപ്പോഴത്തെ അമേരിക്കയുടെ ദുർബലമായ സാമ്പത്തിക സ്ഥിതിയിൽ ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്ന യുദ്ധം അവർക്ക് താങ്ങാൻ കഴിയാത്ത സാമ്പത്തിക ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു സാമ്പത്തിക ആഘാതത്തിലേക്ക് അമേരിക്കയെ വലിച്ചിഴയ്ക്കുന്ന ട്രംപിനെതിരെ അമേരിക്കക്കാർ തന്നെ രംഗത്തിറങ്ങി കൂടായികയില്ല. അങ്ങനെ വന്നാൽ അമേരിക്കയ്ക്കുള്ളിൽ നിന്നുള്ള സഹായം സ്വീകരിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിനെതിരെ വധഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യം അമേരിക്ക ഇന്നുവരെ നേരിട്ടില്ലാത്ത അതിഭീകരമായ ഒരു അന്തരീക്ഷം ഉൽപ്പാദിപ്പിക്കും. എന്തു തന്നെയാണെങ്കിലും അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും പിടിച്ചു നിൽക്കാനുള്ള ത്രാണി ഉണ്ടോ ഇല്ലോ എന്ന് ലോകം തിരിച്ചറിയാൻ പോകുന്ന കാലഘട്ടമായിരിക്കും വരാൻ പോകുന്നത്. റഷ്യയുടെയും ചൈനയുടെയും ഇന്ത്യയുടെയും നിലപാടുകൾ ഇക്കാര്യത്തിൽ അങ്ങേയറ്റം നിർണായകമാവുകയും ചെയ്യും. യെസ്, എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം കൂടുതൽ കലുഷിതമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. ഏറ്റവും ഒടുവിൽ ഹോർമുസ് ഇനിയും അടച്ചാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ അതൊരിക്കൽ കൂടി ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾക്ക് താങ്ങാൻ സാധിക്കുമോ എന്നതൊരു വലിയ ചോദ്യമാണ്. മാത്രമല്ല, ജയസൂര്യൻ സാർ പറഞ്ഞതുപോലെ തിരിച്ചടികൾ അമേരിക്കയ്ക്കും അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾക്കും ഏത് രീതിയിൽ പ്രതിരോധിക്കാനും പ്രതികരിക്കാനും അതിൽ നിന്ന് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പിനുമുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നതൊക്കെ വലിയ ചോദ്യമാണ്. ഇറാൻ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയും തിരിച്ചാക്രമിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് സംഘർഷഭരിതമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ബഹ്റൈനും കുവൈറ്റും ഒമാനും ഉൾപ്പെടെയുള്ള UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തുന്നുണ്ട്. യുദ്ധം ഏത് നിലയിലേക്ക് എത്തുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ്. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.